കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന യു.പി. സ്വദേശി കുഴഞ്ഞു വീണ് മരിച്ചു. ബാർബർ ഷോപ്പ് ജീവനക്കാരൻ നയീം സൽമാനിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം കൂലിയുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ നയീം സൽമാനിക്ക് ഒരു സംഘം ആളുകളുടെ മർദ്ദനമേറ്റിരുന്നു. ये मार रहा है, देखो 3 आदमी भाई हाथ लगाएगा ना अभी बता दूंगा तुझे। ये देखो तुमको नहीं मारा ये हमको मार रहा है। तुम्हारे रूम में आएगा तो അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഇദ്ദേഹം ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. മർദ്ദനത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണോ മരണത്തിൽ കലാശിച്ചത്? കൂടുതൽ വിവരങ്ങൾ. ചികിത്സയിലിരിക്കെയല്ല മരണം സംഭവിച്ചത്. അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഈ സംഭവം നടക്കുന്നത് ഡിസംബർ 25-നാണ്. ശ്രീകണ്ഠാപുരത്തെ ചേപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ബാർബർ ഷോപ്പിലെ ജീവനക്കാരനാണ് ഈ നയീം സൽമാനി. അദ്ദേഹം അവിടുത്തെ ജീവനക്കാരനാണ്. അദ്ദേഹം അന്ന് ഡിസംബർ 25-ന് ആ ഒരു ചെറുപ്പക്കാരൻ അവിടെ എത്തി മുടി വെട്ടി അതിനുശേഷം ഫേഷ്യൽ കൂടി ചെയ്തു. ഈ ഫേഷ്യൽ ചെയ്തതിന് ശേഷം ഈ നയീം സൽമാനി 300 രൂപ ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ കൂലിയായിട്ട്. പക്ഷേ ഇദ്ദേഹം 200 രൂപയാണ് നൽകിയത്. ഇത് സംബന്ധിച്ച് ഇവർ തമ്മിൽ തർക്കമുണ്ടായി. പിന്നീട് ഉടമസ്ഥനെത്തി, അതായത് ഉടമസ്ഥൻ മലയാളിയാണ്, ജോണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എത്തി പിന്നീട് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കി വിടുകയാണ്. പക്ഷേ ഈ കടയിൽ നിന്ന് പോയ ആൾ പിന്നീട് ഒരു 4-5 പേരെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഈ നയീം സൽമാനിയെ കടയിലിട്ട് ആദ്യം മർദ്ദിക്കുകയും പിന്നീട് കുറച്ച് ബഹളമുണ്ടാക്കുകയും ചെയ്തു. പിന്നീടും ഇവർ പോയി വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും വന്നതിന് ശേഷം ബഹളമുണ്ടാക്കി മർദ്ദിക്കുകയും ചെയ്തു. അന്ന് രാത്രി ഈ നയീം സൽമാനി ഇതിനടുത്ത് മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ ഈ താമസിക്കുന്ന സ്ഥലത്തും ഈ അക്രമി സംഘം എത്തി എന്നാണ് പറയുന്നത്. അത് ഏതാണ്ട് 10ഓളം പേർ ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നു. അവർ ഈ നയീം സൽമാനിയുടെ റൂം അന്വേഷിച്ചാണ് എത്തിയത്. പക്ഷേ അദ്ദേഹം പേടിച്ചതുകൊണ്ട് മറ്റൊരു സുഹൃത്തിൻ്റെ മുറിയിലാണ് അന്ന് താമസിച്ചിരുന്നത്. ഈ കെട്ടിടത്തിൽ തന്നെയാണ് ആ സുഹൃത്ത് താമസിച്ചിരുന്നത്. അങ്ങനെ ഇയാളുടെ വാഹനവും ഈ അക്രമ സംഘം അടിച്ചു തകർത്തിരുന്നു. പിറ്റേ ദിവസം ഈ കടയുടമയായിട്ടുള്ള ജോണിയും ഈ നയീം സൽമാനിയും ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായി ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നടക്കും വഴിയാണ് ഇവിടുത്തെ ശ്രീകണ്ഠാപുരം മില്ലിനടുത്ത് വെച്ച് റോഡിൽ ഈ നയീം സൽമാനി കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.